പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 29ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള റെബേക്ക ബെൻ എന്ന ഒരു വീട്ടമ്മയുടെ മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് റെബേക്ക ബെൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ ഭൂമിയിൽ പരിശുദ്ധ ദൈവമാതാവിന് ദൈവപിതാവ് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരുപാട് റോളുകളുണ്ട്. ആ റോളുകളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന, പഠിപ്പിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. ഈ റെബേക്ക ബെൻ എന്ന് പറഞ്ഞ ഈ മകള് ബാംഗ്ലൂർ മലയാളിയാണ്. ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. 10-20 വർഷത്തിന് മുകളിലായിട്ട് ബിസിനസ് നടത്തുകയാണ് ഹസ്ബൻഡ്. പക്ഷേ ഈ ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന ഒരു മകളാണ് ഈ റെബേക്ക. കൂടെ ഈ മകൾ പറയുന്ന 6ഓളം ഓപ്പറേഷൻ വയറിൻ്റെ സംബന്ധമായിട്ട് ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ മകൾ ഓൾറെഡി കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന മകളാണ്. കാരണം ഒന്ന് മുട്ടുകുത്താനോ ഒന്ന് കുറേ നേരം ഒന്ന് നിൽക്കാനോ ഈ മകൾക്ക് സാധിക്കുകയില്ല. ഇപ്രകാരം ജീവിതം വളരെയേറെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മകളോട് പലരും പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം പലരിൽ നിന്ന് കൃപാസനത്തെ പറ്റിയും കൃപാസനം മാതാവിനെ പറ്റിയും ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അപ്പോൾ മാതാവ് ഇടപെടാനുള്ള സമയമായില്ല എന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ആകർഷണം തോന്നാതിരുന്നിട്ടും ദൈവമാതാവ് നേരിട്ട് സന്ദർശിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ ഒരു സാക്ഷ്യത്തെ നമ്മൾ കാണുന്നത്. അതായത് സംഭവിക്കുന്ന ഇപ്രകാരമാണ്. 2022 വർഷം ഒക്ടോബർ മാസം 28 തീയതി ഈ മകൾക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, ജപമാല പറയും. അപ്പോൾ ഇങ്ങനെ 2022 ഒക്ടോബർ മാസം 28 തീയതി പതിവ് പോലെ 3 മണിക്ക് ജപമാല ചൊല്ലാനും ബൈബിള് വായിക്കാനും ഒക്കെ ഈ മകള് അതിരാവിലെ 3 മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെളുപ്പിന് അതിരാവിലെയാണ് എഴുന്നേൽക്കുകയാണ്. ഈ സമയത്ത് ഈ മകള് ഒരു വാക്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഒരിക്കൽ പോലും വിശ്വാസം ഞങ്ങൾ കൈവിടുകയോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയോ മാതാവിൻ്റെ ജപമാല കൈവിടുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. അതാണ് ഈ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത. അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ അടുത്ത് ഇവർക്കുള്ളൊരു ആസ്തി എന്ന് പറയുന്നത് ഇതാണ്. അതായത് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും മാതാവിനെ കരം പിടിച്ചുള്ളൊരു യാത്രയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃപാസനം മാതാവിനെ അറിയില്ല. ഇങ്ങനെ ഒക്ടോബർ മാസം 28 തീയതി 2022 വെളുപ്പിന് ഈ 3 മണിയുടെ പതിവ് പ്രാർത്ഥനകളൊക്കെ ഈ മകള് സമാപിപ്പിച്ച് ഉറങ്ങിപ്പോയി. മയങ്ങിപ്പോയപ്പോൾ ഞാൻ സമയം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ 5 മണിയായിരുന്നു സമയം കണ്ടത്. പക്ഷെ ഞാൻ മയക്കത്തിൽ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, നീ എഴുന്നേറ്റ് കൃപാസനത്തിലേക്ക് വാ എന്ന്. ഇങ്ങനെ കൃപാസനത്തിലോട്ട് വാ എന്ന് പറഞ്ഞതിന് ശേഷം അമ്മ വ്യക്തമായിട്ടൊരു മകളുടെ പേര് പറയും. അപ്പോൾ എന്നോട് ഒരു പെങ്കൊച്ച് എപ്പോഴും കൃപാസനത്തെ പറ്റി പറയുമായിരുന്നു. അപ്പം വീണ്ടും ഞാൻ സ്വരം കേട്ടു, ഏഞ്ചലായ കൂട്ടി നീ കൃപാസനത്തിലേക്ക് വാ എന്ന്. ഏഞ്ചല എന്ന് പറഞ്ഞൊരു മകളാണ്, ഒരു കൊച്ചുമകളാണ്. ആ മകളാണ് നിരന്തരമായിട്ട് ഈ റെബേക്കയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപാസനത്തെ പറ്റി. വീണ്ടും പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തെ സാധൂകരിക്കുന്ന ഒരു കാര്യം കൂടി പറയും. നീ ഡേറ്റ് ഇട്ട് എൻ്റെ മുമ്പിൽ വിഷയങ്ങൾ സമർപ്പിക്കാൻ പറയും. വീണ്ടും അപ്പോൾ ഈ റെബേക്ക പരിശുദ്ധ ദൈവമാതാവിനോട് ഒരു സംഭാഷണം നടത്തുകയാണ്. ഞാൻ കൃപാസനത്തിലോട്ട് വന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. കാരണം കൃപാസനത്തിലോട്ട് ഓൾറെഡി മാതാവ് ക്ഷണിച്ചല്ലോ. അപ്പോൾ മാതാവ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കൃപാസനത്തിൽ വന്ന് എന്താ ചെയ്യണ്ടേ? അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ എന്നോട് പറ, ഞാൻ നിനക്കത് സാധിച്ചു തരാം. നമുക്കറിയാം കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത് യോഹന്നാൻ 2:5.
അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവർക്ക് വീഞ്ഞില്ല എന്ന് ദൈവമാതാവ് ഈശോയുടെ അടുത്ത് മധ്യസ്ഥം പറയുമ്പോൾ ഈശോയുടെ മറുപടി എന്താ? അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യും. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടിയുടെ മർമ്മവും അതുതന്നെയാണ്. ഈശോ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക, ക്രിസ്തുവാകുന്ന രക്ഷയെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സമാധാനം കണ്ടെത്തുക. ഈ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വചനങ്ങൾ കയറി വന്നു. ഈ ആത്മീയതയിൽ ഒരുപാട് വളരാൻ ആഗ്രഹിക്കുന്ന യുവതയോട് ഞാൻ എപ്പോഴും എനിക്ക് അടുപ്പമുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് ഒന്നാമതായിട്ട് ഇതാണ്: പ്രഭാതത്തിൽ ഉണർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറ്, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ മാതാവിൻ്റെ മുമ്പിൽ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലണം. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് വളർന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ബൈബിളുമായിട്ട് നിങ്ങൾ ഇരിക്കണം, വിശ്വാസ പ്രമാണം ചൊല്ലണം. ഏത് വിഷയമാണെന്നുണ്ടെങ്കിലും ഈശോയോട് തന്നെ സംസാരിച്ച് ഈശോയുടെ ഹിതം ആരാഞ്ഞുകൊണ്ട് നിങ്ങൾ ബൈബിള് വിശ്വാസ പ്രമാണം ചൊല്ലി സമ്പൂർണ്ണ ബൈബിള് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളത് തുറന്നു നോക്കണം. ഏത് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത വിഷയമാണെന്നുണ്ടെങ്കിലും ഈശോ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. പ്രഭാഷകൻ 32:14 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. അപ്പോൾ ഈ പ്രഭാത സമയത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം, ഈ അത്യുന്നതൻ്റെ ജ്ഞാനം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സമയമാണത്. അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കൃപാസനത്തിലോട്ടുള്ള ദൈവവിളിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 2:30 മണിയാകുമ്പോൾ ദൈവപിതാവ് എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. എനിക്ക് അന്നറിയില്ലായിരുന്നു ഈ കൃപാസനത്തിന് ഇത്രയേറെ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമായിരുന്നുവെന്ന്. കാരണം പലപ്പോഴും പല എൻ്റെ പ്രഭാഷണങ്ങളിൽ, സുവിശേഷ പ്രഘോഷണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കൃപാസനത്തിലൂടെ കടന്നു വരുമ്പോൾ ദൈവപിതാവ് എനിക്ക് വലിയൊരു വെളിപ്പെടുത്തൽ തന്നത് ഇപ്രകാരമായിരുന്നു: കൃപാസനത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ കടന്നു വന്നിട്ടുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ 2012 ഒരാളായിരുന്നു ഞാൻ. ഇവിടെ വന്ന് ഒരു മരിയൻ തപസ് കൂടാൻ കടന്നു വന്ന ഒരാൾ മാത്രമായിരുന്നു ഞാൻ. അപ്പം എന്നോട് ദൈവപിതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി, കൃപാസനത്തിൻ്റെ വിശുദ്ധീകരണം കൂടുതൽ ദൈവമഹത്വത്തിനായി, വലിയ വെളിപ്പെടുത്തലുകൾക്കായി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വേണം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും എന്നോട് പറഞ്ഞത് അതുതന്നെയാണ്. ജോമോളെ, എനിക്ക് സ്വന്തമായിട്ട് എൻ്റേതെന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറയാൻ ഒരാളില്ല. അപ്പോൾ എൻ്റെ റോള് അതാണെന്ന് ദൈവപിതാവ് ജോസഫ് അച്ഛനിലൂടെയും എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ആഴമായിട്ടുള്ള ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഞാൻ നടത്തിയ ഒരു കാലഘട്ടം, അത് ഈ ഒരു 2:30 മണി ഒരു സമയമായിരുന്നു. ഈ മകളും പറയുന്ന പ്രകാരമാണ്, ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും. അങ്ങനെ ഈശോയുടെ ഒരു സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന, അതായത് അത്യുന്നതൻ്റെ ജ്ഞാനത്തിൽ നിറഞ്ഞു നിന്ന ആ ഒരു സമയത്താണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ദൈവമാതാവിൻ്റെ വലിയൊരു ഇടപെടൽ. ഈ മകൾക്ക് ക്രിസ്തുവാകുന്ന രക്ഷയും അവളുടെ കുടുംബത്തിൽ സമാധാനവും ലഭിക്കുവാൻ ദൈവമാതാവ് പറഞ്ഞുകൊടുത്ത പോംവഴി എന്നുള്ളത് ബാംഗ്ലൂരിലായിരിക്കുന്ന ഈ മകളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ കൃപാസനത്തിലോട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ദൈവപിതാവ് ഈ ഒരു ഇടത്തെ പ്രത്യേകമായിട്ട് സമാധാനമില്ലാതെ കുടുക്കുകളിൽ പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങൾക്ക് സമാധാനം തരാൻ ഈ ഒരു ഇടത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു ഈ കാലഘട്ടത്തിൽ എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യം എന്നുള്ളത്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മാനവകുലത്തിന് മുഴുവനുമാണ് ഈ അമ്മയെ ഈശോ ഏൽപ്പിച്ചിട്ട് യാത്രയായത്. ആരെല്ലാം ഈ അമ്മയെ സ്വന്തം അമ്മയായി, രക്ഷകന്റെ അമ്മയായി ഭവനത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം അവൻ പറയുന്നത് പോലെ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തുവാകുന്ന രക്ഷയുടെ ആ ഒരു കൃപാ സമൃദ്ധിയും ഒപ്പം തന്നെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ വലിയ ശാന്തിയും സമാധാനവും
കുടുംബത്തിൽ കൈവരിക്കാൻ സാധിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 17-ാം തിരുവചനം. എന്താണത്? ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു. ഈ ഒരു കൃപയെ സ്വാംശീകരിക്കാൻ ദൈവമാതാവിനെ ദൈവപിതാവ് പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് അവളുടെ മധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത്. അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മലിനമായ ഒന്നിനും ഈ ഒരു ജ്ഞാനത്തിൽ പ്രവേശനമില്ല. കാരണം അവൾ വിശുദ്ധിയുള്ളതാണ്, അവൾ മലിനമേശാത്തവളാണ്. അപ്പോൾ ഇങ്ങനെയൊരു ജ്ഞാനം ദൈവ പിതാവ് പരിശുദ്ധ ദൈവമാതാവിൽ കൃപയായി ഈശോയുടെ പിറവിയായി രൂപപ്പെടാൻ ശക്തിയായി അവളുടെ ഉദരത്തിൽ വഹിക്കാൻ തിരുമനസ്സായെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ മധ്യസ്ഥം തേടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ തിന്മകളെയും പോരാടുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ നമുക്ക് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലും നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വൻകഴുകൻ്റേത് പോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. എന്താണ് ഈ ചിറകുകൾ? വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചിറകുകളാണ്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്രകാരമാണ്: ക്രിസ്തു സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നവരാകുക, ദൈവകൽപ്പനകൾ പാലിക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതിനാണ് മരിയൻ ഉടമ്പടിയിൽ നമുക്ക് നിബന്ധനകൾ നൽകിയിരിക്കുന്നത്. കാരണം ഈ സർപ്പവുമായിട്ടുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു സമയച്ചുരുക്ക പ്രതിഭാസമാണ്. അതാണ് ഈ റെബേക്കയോട് ദൈവമാതാവ് പറയുന്നത്, നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ മകളുടെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒക്ടോബർ 28-നാണ് ദൈവമാതാവ് സന്ദർശനത്തിന് വരുന്നത്. ഒരു 10 ദിവസത്തിനുള്ളിൽ വലിയൊരു സാമ്പത്തിക വിഷയവുമായിട്ട് ഇടപെട്ട് ഇവൾക്കൊരു തീരുമാനത്തിൽ എത്തണം. കാരണം അത് അവരുടെ കുടുംബ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ പരിശുദ്ധ ദൈവം സുന്ദരമായിട്ടാണ് ഒരു ദൂതനെ വിട്ട് മറ്റൊരു കുടുംബത്തെ ഈ ഭവനത്തിലേക്ക് അയച്ച് ഈ മകളുടെ സാമ്പത്തിക ബാധ്യത മൊത്തം ആ കുടുംബം ഏറ്റെടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ മാതാവ് അവളോട് പറയുന്നുണ്ട്, നീ ഡേറ്റ് ഇടെന്ന് പറയും. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് ഇത് ഡേറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. പക്ഷേ ദൈവമാതാവ് നവംബർ 6-നുള്ളിൽ ആ വിഷയത്തിന്, അതായത് 10 ദിവസം പോലും എടുത്തില്ല, ആ ദിവസത്തിനുള്ളിലാണ് ഈ ഒരു വിഷയത്തിന് തീരുമാനമുണ്ടാക്കിയത്. അതായത് കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിന് നമ്മുടെ ജീവിതത്തിലെ ഏത് കീറാമുട്ടിയായ വിഷയമാണെന്നുണ്ടെങ്കിലും സമയ സന്ദർഭങ്ങളുടെ മേൽ ഇടപെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ദൈവിക പദ്ധതികൾ നിറവേറ്റാൻ, നടപ്പിൽ വരുത്താൻ വലിയ സ്വാധീനം ദൈവപിതാവിൻ്റെ അടുക്കൽ ചെലുത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് കൂടിയിട്ടാണ് തെളിവുമായിട്ടാണ് ഈ ഒരു മകള് ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പ്രകാരമാണ്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു. ആ പിതാവ് തന്നെയാണ് ഉൽപ്പത്തി 3:15 തിരുവചനം അനുസരിച്ച് നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും, അവളുടെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന ഉൽപ്പത്തി 3:15 തിരുവചനത്തിലൂടെ ഈ സാത്താൻ്റെ കൊത്തളങ്ങളെ, ആധിപത്യങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ പരിശുദ്ധ ദൈവമാതാവ് ദൈവപിതാവിൻ്റെ മനസ്സിൽ ജനിച്ചിട്ടാണ് കാലത്തിൻ്റെ തികവിൽ പുത്രനായ ഈശോ ദൈവമാതാവിൽ നിന്ന് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മധ്യസ്ഥം വളരെ ശക്തിയുള്ളതാണ്. നിങ്ങൾ സാത്താൻ്റെ കെട്ടുകൾ പൊട്ടിക്കാൻ, ഏതെങ്കിലും ചങ്ങലകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ, അതും അല്ലെങ്കിൽ കീറാമുട്ടിയായിട്ടുള്ളൊരു വിഷയങ്ങൾ വർഷങ്ങളായി പേര് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വിടുതലിന് ആശ്രയിക്കേണ്ടത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മടിത്തട്ടിൽ തന്നെയാണ്. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച്
ദൈവമാതാവിനെ ഏൽപ്പിച്ച് തന്നത് രക്ഷകനായ ഈശോ തന്നെയാണ്. ആ അമ്മയെ ആരെല്ലാം രക്ഷകന്റെ അമ്മയായി ഭവനത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം കൃപയുടെ, രക്ഷയുടെ, ഈശോ നൽകിയ രക്ഷയുടെ ഫലം കുടുംബത്തിൽ ദർശിക്കാനാകും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശാന്തിയും സമാധാനവും കുടുംബത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ റബേക്കയുടെ ലൈഫ് മാറി മറയുന്നത്. ആ മകള് പറയുന്നുണ്ട്, ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എനിക്ക് മുട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മുന്നിൽ അച്ഛൻ മുട്ടുകുത്തി എൻ്റെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ കയ്യിൽ സൈത്ത് തന്നിട്ട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് 3 പ്രാവശ്യം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം, പൂർണ്ണ സൗഖ്യം കിട്ടും, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. തുടർന്ന് മകള് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഈ മൈക്ക് എടുത്ത് സാക്ഷ്യം പറയുകയാണ്. ഇത്ര സമയം എനിക്കിങ്ങനെ നിന്ന് സാക്ഷ്യം പറയാനോ മണിക്കൂറുകളോളം നിന്ന് ജോലി ചെയ്യാനോ എനിക്കിപ്പോൾ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളുമില്ല. കാരണം എല്ലാ വിഷയങ്ങൾക്കും സമയ ചുരുക്കത്തിനുള്ളിലാണ് ദൈവമാതാവ് ഒറ്റ കൃപാസന സന്ദർശനം വഴി, മരിയൻ ഉടമ്പടി വഴി ആ മകളുടെ ജീവിതത്തിൽ സാധ്യമാക്കി കൊടുത്തത്. യാക്കോബ് 3:17 തിരുവചനത്തിൽ നമ്മൾ വീണ്ടും ജ്ഞാനത്തിൻ്റെ വലിയ പ്രതിഫലനങ്ങൾ വായിക്കുന്നുണ്ട്. അത് ശുദ്ധമാണ്, സമാധാന പൂർണ്ണമാണ്, വിനീതമാണ്, വിധേയത്വമുള്ളതാണ്, കാരുണ്യമുള്ളതാണ്, സൽഫലങ്ങൾ നിറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനനം ചെയ്യാം. ഈശോയുടെ ജ്ഞാനം നമ്മളിലും നിറഞ്ഞിട്ടുണ്ടോ? വലിയ കൃപകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ രക്ഷകന്റെ അമ്മയായി ഉയർത്തപ്പെട്ടപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി, അവൾ രാജ്ഞിയാണ് എന്ന് അറിഞ്ഞിട്ടാണ് ദൈവമാതാവ് ദൂതന്റെ അടുത്ത് പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, എന്താണോ ദൈവഹിതം അത് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ എന്ന്. വലിയ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്കും ഈ ഒരു ജ്ഞാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ സ്വന്തമാക്കാം. കാരണം നിലനിൽക്കുന്ന ധനം അത് അവളിലാണുള്ളത്. ജ്ഞാനത്തിൻ്റെ ഒരു പ്രതിഫലനം അതാണ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ആർജിച്ചിട്ടിരിക്കുന്ന വീടാകാം, കാറാകാം, സ്വത്തുക്കളാകാം, അക്കൗണ്ട് ആകാം, ഡെപ്പോസിറ്റ്സ് ആകാം, ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നതാണ്. നിലനിൽക്കുന്ന ധനം സ്വന്തമാക്കിയ ദൈവമാതാവ്, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായി ദൈവപിതാവിനാൽ ഉയർത്തപ്പെട്ട ദൈവമാതാവ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, ഒരു വിനീതയുടെ, എളിയ ദാസിയുടെ മാതൃക. ഇതാണ് ഓരോരോ കൃപകളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ നമ്മളും ആർജിക്കേണ്ടത്. അത് ആര് തന്നെയായാലും, നമ്മൾ സമൂഹത്തിൽ ഏത് പദവിയിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ നീ ഒരു പുരോഹിതനാകാം, അതുമല്ലെങ്കിൽ ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയാകാം, ഒരു വിദ്യാർത്ഥിയാകാം, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകും, ആര് തന്നെയായാലും ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ദൈവമാതാവിന് ഉണ്ടായിരുന്ന, കാരണം അവൾ നിലനിൽക്കുന്ന ധനം സ്വന്തമാക്കിയവളാണ്. അവളുടെ മാതൃകയാണ് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ ജ്ഞാനത്താൽ പൂരിതയായി ജീവിച്ച് കാണിച്ച അവളുടെ മാതൃകയാണ് നമ്മൾ ഓരോരുത്തരും അനുകരിക്കേണ്ടത്. കാരണം കുരിശിന്റെ ചുവട്ടിൽ വെച്ച് നമുക്കെല്ലാവർക്കും അമ്മയായി തന്നതാണ് നമ്മുടെ സ്വന്തം അമ്മയായ ദൈവമാതാവിനെ. ആ മാതാവിൻ്റെ വലിയ മാതൃക അനുകരിക്കുന്നവരായി അമ്മയുടെ സ്വന്തം കുഞ്ഞുങ്ങളായി നമുക്ക് വളരാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നാളിതുവരെ മരിയൻ ഉടമ്പടിയിൽ നിലനിന്ന് ഒത്തിരിയേറെ കൃപകൾ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു മനോഭാവമാണോ ഇതുവരെ ഉണ്ടായത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ജ്ഞാനം വിനീതമാണ്, ശുദ്ധമാണ്, കാരുണ്യം നിറഞ്ഞതാണ്, മറ്റ് സദ്ഫലങ്ങൾ നിറഞ്ഞതാണ്, സമാധാനപൂർണമാണ്, വിധേയത്വം നിറഞ്ഞതാണ് എന്നൊക്കെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ ഞങ്ങൾ കാണുകയായിരുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്
നവീകരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കൊളോസ്സസ് 3:17 തിരുവചനം അനുസരിച്ച് പരിശുദ്ധ ദൈവമാതാവിന് ഉണ്ടായിരുന്ന ആ ആത്മീയ നടപടികൾ, സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ആത്മീയ നടപടികൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, പ്രതിസന്ധി ഘട്ടങ്ങളിലും, കൃപകൾ സ്വീകരിക്കുന്ന ഘട്ടങ്ങളിലും ഈശോയെ അനുകരിക്കുവാൻ പ്രത്യേകമായി ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ.